ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അവൽ മിൽക്ക് തന്നെയാണ്. വ്യത്യസ്ത ടേസ്റ്റിലുള്ള ഒരു അവൽ മിൽക്ക്, വ്യത്യസ്തമായ ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഇട്ട് ഉള്ള അവൽ മിൽക്കാണ്. നമുക്ക് ആദ്യമായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു പാൻ ചൂടാകുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യിൽ നമുക്ക് അവലൊന്ന് വറുത്തെടുക്കാം. ഇതിന് മുമ്പ് നമ്മൾ നെയ്യിൽ വറുക്കാത്ത അവൽ എടുത്തിരുന്നുള്ള അവൽ മിൽക്കാണ് ഉണ്ടാക്കിയതെങ്കിൽ ഇത് നെയ്യിൽ വറുക്കുന്ന നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നെയ്യിൽ വറുത്തെടുത്താൽ വെറുതെ തിന്നാനും ഈ നെയ്യിൽ വറുത്ത അവൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ മിൽക്ക് ഉണ്ടാക്കി അതിലേക്കിടുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. നമുക്കിനി ആവശ്യമായിട്ടുള്ളത് പഴമാണ്. ഒരു 2 പഴം, നമുക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാം. അതുപോലെ 2 മാമ്പഴം കൂടി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി അരിഞ്ഞെടുത്ത് നമ്മൾ വയ്ക്കുന്നു. പിന്നെ കുറച്ച് പഞ്ചസാര, ഒരു ആവശ്യത്തിനുള്ള പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്ത് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന പഴം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും. മാംഗോ ആയതുകൊണ്ട് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. കടിക്കാൻ പാകത്തിനുള്ള കഷ്ണങ്ങളോടുകൂടി ക്രഷ് ചെയ്തെടുത്തിട്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന അവൽ, നമുക്ക് ആവശ്യത്തിനുള്ള അവൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നിലക്കടലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നട്ട്സും ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുതിർത്ത് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം അതുകൂടി ഒന്ന് അരിഞ്ഞ് ആ മിക്സിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ആകുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷേക്കായിരിക്കും. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഏറ്റവും നല്ലതാണ്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ല തണുത്ത പാൽ, കട്ടിയാക്കിയ പാലാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ കഴിച്ചാൽ പെട്ടെന്നൊന്നും വിശക്കുകയില്ല. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിന് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ വളരെ ടേസ്റ്റുമാണ്, ഹെൽത്തിയുമാണ്. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കടലയും അതുപോലെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അവൽ കൂടി അതിൻ്റെ മുകളിലേക്ക് കുറേശ്ശെ ഒന്ന് ഇട്ട് കൊടുത്ത് ഗാർണിഷ് ചെയ്യാം. പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സും ബദാം പരിപ്പും എല്ലാം കൂടി ഉള്ളതും അതും ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് ഗാർണിഷ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഓരോ കഷ്ണം മാമ്പഴം അതിന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് പയ്യെ മുറിച്ചിട്ട് വെച്ച് കൊടുക്കാം. ഒന്ന് ഗാർണിഷ് ചെയ്ത് ഭംഗിയാക്കാം. ഇനി നമുക്കിത് കുട്ടികൾക്കൊന്ന് കൊടുത്താൽ വളരെ നല്ല ഒരു നേരത്തെ ഒരു ഭക്ഷണമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഒന്ന് സ്കൂൾ അടച്ചിരിക്കുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യത്യസ്ത ടേസ്റ്റിലുള്ള അവൽ മിൽക്കാണ്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെയും താങ്ക് യു ഫോർ വാച്ചിങ്.